എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബി ടെക് ആൻഡ് 12th, അപ്പോൾ നമ്മൾ ബി ടെക്കിലേക്ക് ചെയ്തു. ബി ടെക്ക് ഇനി മെക്കാനിക്കൽ അറിയേണ്ടായാണോ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഓട്ടോമാറ്റിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കുന്നു. 2024 സിലബസ് S3 റോബോട്ടിക് മാനുഫാക്ചറേഴ്സ് ആൻഡ് വർക്ക് സെൽ ഡിസൈൻ. ഷോർട്ടായിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. മൊഡ്യൂൾ 1, വാട്ട് ഡു യു മീൻ ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് വർക്ക് സ്പേസ് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വർക്ക് സ്പേസ്. വാട്ട് ഡു യു മീൻ ബൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് അറിയാലോ ഓൾറെഡി എന്താണെന്നുള്ളത്, ചോദ്യമായിരിക്കും എന്നുള്ളത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇതിൽ കീവേഡ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ പറ്റിയിട്ട്? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സ് എ റോബോട്ട് ക്യാൻ മേക്ക്. നമ്പറാണത്. ഈ കാണുന്ന ഫിഗറിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് എ റോബോട്ട് ക്യാൻ മേക്ക് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഒരു റോബോട്ടിന് ഇൻഡിപെൻഡൻ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന എത്ര എണ്ണം ഉണ്ട് എന്നാണ്. ഇത് റോബോട്ടിക് ആമാണ്. അപ്പോൾ ഈ റോബോട്ടിന് അല്ലെങ്കിൽ ഈ റോബോട്ടിക് ആം ഇതിന് പല ലിങ്കുകളും ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻഡ് എഫക്ടർ, അവസാനത്തെ ഭാഗം. അപ്പോൾ ഈ ഭാഗം, അപ്പോൾ ഇതിന് പല രീതിയിൽ മൂവ് ചെയ്യാം, പല പോസിബിലിറ്റിയിൽ ഇതിന് നിൽക്കാം. വേറൊരു ആംഗിളിൽ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ഇവിടെ കുറച്ചും കൂടി കറങ്ങിയിട്ട് നിൽക്കാം. പിന്നെ ഈ ജോയിന് കുറച്ച് മുകളിലേക്ക് അടിക്ക് ഇറങ്ങാം, നീങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ലിങ്കിന് കുറച്ച് അങ്ങോട്ട് തിരിയാൻ ഇങ്ങോട്ട് തിരിയാൻ പറ്റും. പക്ഷേ ഈ ഹൈറ്റ് മാറാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ടല്ലേ, പോസിബിലിറ്റി ഇല്ല, എത്ര എണ്ണമുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ അതെത്ര നിങ്ങൾക്ക് ഫിഗറിൻ്റെ ആൻസർ പറയാൻ പറ്റിയാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി എന്നർത്ഥം. ഇപ്പോൾ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ്, ഇങ്ങനെ തിയറി പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സ് റോബോട്ട് ക്യാൻ മേക്ക് എന്ന് തിയറി എഴുതി വെച്ചു, ഈ ഫിഗറും വരച്ചു, നമ്പർ, ഇതിനെ ആൻസർ എഴുതണം. അപ്പോൾ ഞാനത് ഫുൾ സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പോർട്ടലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് വരും. പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ചോദിക്കും. എൻ്റർ ദി നമ്പർ ഓഫ് DOF, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇതിൻ്റെ ഫിഗറുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയവർക്ക് ഇവിടെ ആൻസർ എൻ്റർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ആണെങ്കിൽ അത് കമ്പ്യൂട്ടർ പറയും കറക്റ്റാണ് എന്ന് പറയും. കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ക്ലൂ തരും. അങ്ങനെ പഠിപ്പിക്കാൻ നിങ്ങളെ ക്ലൂവിലൂടെ പഠിപ്പിക്കുക. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. അത് നേരിട്ട് ചാടിക്കറി ആൻസർ പറയല്ല. ഒരു ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, ഒരു ഹിൻഡ് പറഞ്ഞു കൊടുക്കുക, വേറെ ഹിൻഡ് പറഞ്ഞു തരും. അപ്പോൾ വീണ്ടും നിങ്ങൾ ചിന്തിച്ചിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് അപ്പോഴും കണ്ടുപിടിക്കൂ. ഞാൻ അതിൻ്റെ ബാക്കി സോഫ്റ്റ്വെയറൊക്കെ ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സപ്ലിമെൻ്ററി എക്സാം, ഇതിൻ്റെ സപ്ലിമെൻ്ററി എക്സാമിന് എല്ലാവർക്കും ഉപകാരമാകുന്ന രീതിയിൽ ഒരു ഇതുണ്ടാക്കാനാണ് ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.